ഹലോ ഡിയേഴ്സ്, മാംഗല്യം തന്തുനാൻ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നിധിയെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. പക്ഷേ ഇതൊന്നും വസുന്ധരയുടെ കൈ ചൂണ്ടൽ നിധിയോടാണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ പാറുവും അതേപോലെ ഗൗതമും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിറ്റേ ദിവസം അവർ കമ്പനിയിൽ പോവുകയാണ്. പോയി കഴിഞ്ഞ് ഇവർ പോകുമ്പോഴേക്കും എല്ലാ സ്റ്റാഫുകളും അവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഗൗതം എല്ലാവരോടും പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ മതി, ആരാണ് ഈ ടെൻഡർ ഒറ്റിക്കൊടുത്തത്? 1 രൂപ വ്യത്യാസത്തിലാണ് ചന്ദ്രബോസ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ടെൻഡറിൽ ഞാൻ എഴുതിയ എമൗണ്ട് ആരോ പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രമാണ് ചന്ദ്രബോസിന് ജയിക്കാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെല്ലാവരും ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എത്ര ഓഫറുകൾ തന്നാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തത് എന്നെല്ലാം പറയണം. അപ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട് വസുന്ധര, ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഓഫർ തന്നു, ഞാൻ നിങ്ങൾക്ക് ബോണസായിട്ട് എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കമ്പനിയോട് ഇങ്ങനെ ചെയ്തത്? ആരാണ് ഈ പണി ചെയ്തത്? സത്യം പറയാനായിട്ട് വസുന്ധരയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗൗതമിൻ്റെ ടേണാണ്. ഗൗതം പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കണം, ആരാണ് ഈ പണി ചെയ്തത്? ആരാണ് എന്നെ ചതിച്ചത്? കമ്പനി ആരാണ് എന്നെ ചതിച്ചത്? സത്യം പറയൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടിരിക്കണം. വസുന്ധര ഇത് കേട്ടതും പിന്നെയും വസുന്ധര പറയണം, ഗൗതം എന്തൊക്കെ ഓഫർ തന്നു, അതേപോലെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ തന്നു. നിങ്ങളിവിടെ ജോലിക്ക് നിൽക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മാസവും ഓരോ വ്യത്യസ്ത ഓഫറുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ കമ്പനി ചതിക്കാൻ പോയത് എന്നെല്ലാം പറയണം. അത് കഴിഞ്ഞ് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നിധി പറയണം, ഞാനിവിടെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ. ആരാണിത് ചെയ്തത്? ഞാനിവിടെ വന്നിട്ട് ഇങ്ങനൊരു അവസ്ഥ വരണമെങ്കിൽ അപ്പം ആരായിരിക്കും എന്നോട് ഇത്ര വൈരാഗ്യമുള്ള ആൾ? ആരാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് നിധി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതും വസുന്ധര യൂണിയൻ നേതാവിനോട് ആക്ഷൻ കാണിച്ചു. ഇനി തുടങ്ങിക്കോളൂ, നിധി സംസാരിച്ചല്ലോ പറഞ്ഞു. അപ്പോൾ യൂണിയൻ നേതാവിൻ തുടങ്ങാൻ പോവുകയാണ്. നിധിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞതും നമ്മുടെ ഗൗതമിന് ദേഷ്യം വരും. നിധിയോ? ആരാടോ തനിക്ക് നിധി എന്ന് വിളിക്കാൻ അധികാരം തന്നത്? അതെൻ്റെ വൈഫാണ്, ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. അതല്ലെങ്കിൽ കൂടെ എൻ്റെ വൈഫല്ലേ, വൈഫിന് മാഡം എന്നല്ലേ വിളിക്കേണ്ടത്? നീ എന്തിനാ പേര് വിളിക്കുന്നേ? ബഹുമാനം കൊടുത്ത് സംസാരിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് യൂണിയൻ നേതാവിനെ വഴക്ക് പറയണം. അപ്പോൾ യൂണിയൻ നേതാവ്, ഓ സോറി സാർ, ഞാൻ ഇനി വിളിച്ചോളാൻ പറഞ്ഞിട്ട്, മാഡം ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു അവസ്ഥ ഇവിടെ ഉണ്ടായത്. ജപ്പാൻ ടെൻഡർ കിട്ടാതെ പോയത് മാഡം വന്നതിന് ശേഷമാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ ഈ ടെൻഡറിലൂടെ കിട്ടുമെന്ന് പറഞ്ഞതാണ്, പക്ഷേ മാഡം കാരണം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മാഡം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കിട്ടിയേനെ. അപ്പം മാഡമാണ് നമ്മളെ ചതിച്ചത്, അല്ലാതെ നമ്മൾ ആരും ചതിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എത്ര ഓഫറുകൾ തന്നതായിരുന്നു, അതെല്ലാം പോയി. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, സത്യം തന്നെ. അപ്പോൾ പിന്നെയും ഗൗതം വഴക്ക് പറയണം, എൻ്റെ നിധി ആരും വഴക്ക് പറയരുത്, അതിനുള്ള അധികാരം ഞാൻ ആർക്കും തന്നിട്ടില്ല, ഇത് ഇവിടോടെ വിടാം, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് ചെറുതായൊരു സങ്കടമുണ്ട്, ഈ ജപ്പാൻ ടെൻഡർ CKക്ക് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്, അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് വീണ്ടും പറയുകയാണ്. പിന്നീട് യൂണിയൻ നേതാവ് പറയണം, സാർ അങ്ങനെ പറയാൻ വരട്ടെ, ഞങ്ങളും കൂടി ഇല്ലെങ്കിൽ ഈ കമ്പനി ഇപ്പം നിലനിർത്തി കൊണ്ടുപോകാനാവില്ല, സാർ ഒറ്റയ്ക്കല്ല ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് യൂണിയൻ നേതാവ് വീണ്ടും പറയണം. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെ വഴക്ക് പറയാനുള്ള അധികാരവും അവകാശവും ഞാൻ ആർക്കും തന്നിട്ടില്ല, ഈ സംസാരം ഇവിടെ വെച്ച് വിടാം, ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എന്ന് പറഞ്ഞ് യോഗം പിരിച്ചുവിടാണ്. അങ്ങനെ പിരിച്ചുവിട്ടതിന് ശേഷം എന്താ അവിടെ നടക്കുന്നത്? നമ്മുടെ യൂണിയൻ നേതാവിനെ ആരും കാണാതെ വസുന്ധര പോയി കാണുകയാണ്. കണ്ടു കഴിഞ്ഞിട്ട് ഇനിയും ഈയൊരു അവസരം നമുക്ക് വലുതാക്കിയെടുക്കണം, ആ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂണിയൻ നേതാവ്, എൻ്റെ അടുത്ത് തെളിവുണ്ട് സാർ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുമ്പോൾ, എനിക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയുന്നതെല്ലാം നുണയാണ്, എൻ്റെ നിധി അങ്ങനത്തെ ഒരാളല്ല എന്നെല്ലാം പറഞ്ഞ് യൂണിയൻ നേതാവിനെ വഴക്ക് പറയണം. അതിനുശേഷമാണ് വസുന്ധര യൂണിയൻ നേതാവിനെ കണ്ടിട്ട് ഈ ഒരു കാര്യം ഇനിയും ഊതി വീർപ്പിച്ചിട്ട് നിധിയാണ് ഇതിനെല്ലാത്തിനും കാരണം, നിധി ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് നിങ്ങളെല്ലാവരും കൂടെ പറയണം, യൂണിയൻ നേതാവ് പറയിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് അയാളെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്താണെങ്കിലും നിധിയും ഗൗതമും കൂടെ 2-3 ദിവസത്തിനുള്ളിൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരും. വസുന്ധരയാണ് ഇത് ചെയ്തതെന്ന്
ഗൗതം അറിയുമ്പോൾ നെഞ്ച് പൊട്ടുന്നൊരവസ്ഥയിലായിരിക്കും ഇനി ഗൗതം വരാൻ പോകുന്നത്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നവർ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.